വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. റെയിൽവേ ക്രോസുകൾ ഇല്ലാത്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമായി മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി മേൽപ്പാലം നിർമ്മിക്കുന്നതിനായുള്ള ടോപ്പോഗ്രാഫിക് പരിശോധന നടത്തി. കേരയിൽ കോർപ്പറേഷനിലെ ജീവനക്കാരാണ് പരിശോധന നടത്തിയത്. ആധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയത്. ഡിജിറ്റൽ സംവിധാന അലൈൻമെന്റ് പരിശോധനയാണ് നടത്തുന്നത്. കേരയിൽ കോർപ്പറേഷൻ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ 2 വർഷമെങ്കിലും സമയമെടുക്കുമെന്ന് സേവ്യർ ചിറ്റലപ്പിള്ളി MLA അറിയിച്ചു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. റെയിൽവേ ഓവർബ്രിഡ്ജ് ഗേറ്റ് നമ്പർ 7 അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് കേരയിൽ കോർപ്പറേഷനെ സംസ്ഥാന ഗവൺമെൻറ് ഇതിൻ്റെ നിർവഹണ ഏജൻസിയായി ഏൽപ്പിക്കുന്നു. കേരയിൽ കോർപ്പറേഷനെ ഏൽപ്പിച്ച ഉടനെ തന്നെ അവർ ഇതിൻ്റെ GAD തയ്യാറാക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി അതിൻ്റെ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ, സോയിൽ ടെസ്റ്റ് നടപടികൾ നേരത്തെ നടത്തിയിരുന്നു. സോയിൽ ടെസ്റ്റ് നടപടികൾക്ക് ശേഷം ഇപ്പോൾ ടോപ്പോഗ്രാഫിക് സർവേ ആണ് ഇന്ന് ആരംഭിക്കുന്നത്. ടോപ്പോഗ്രാഫിക് സർവേ ഈ അലൈൻമെൻറ്റ് പൂർണ്ണമായിട്ട് തയ്യാറാക്കുക, കെട്ടിടങ്ങൾ, തോടുകൾ, ഭൂമിയുടെ ലെവല് ഇതെല്ലാം ചേർത്ത് ഒരു അലൈൻമെൻറ്റ് ആദ്യം തയ്യാറാക്കിയിട്ട് പരമാവധി സാമൂഹ്യാഘാതമില്ലാതെ എങ്ങനെ അത് കൈകാര്യം ചെയ്യാമെന്നതിനെ സംബന്ധിച്ച് അത് ഡിജിറ്റലായി തന്നെ പരിശോധിക്കുന്ന ഒരു പുതിയ ടെക്നോളജി വെച്ചാണ് ടോപ്പോഗ്രാഫിക് സർവേ നടത്തിയിരിക്കുന്നത്. ഈ ടോപ്പോഗ്രാഫിക് സർവേക്ക് ശേഷം ഈ അലൈൻമെൻറ്റ് തയ്യാറാക്കിയിട്ടാണ് ആ അലൈൻമെൻറ്റ് അനുസരിച്ച് വേണം GAD തയ്യാറാക്കാൻ. GAD എന്ന് പറയുന്നത് റെയിൽവേയുടെ പോർഷനിലുള്ള ഭാഗം തയ്യാറാക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ നിലവിലുള്ള നമ്മുടെ ബൈപ്പാസും ചേർന്ന് എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ ഒരു അലൈൻമെൻറ്റ് തയ്യാറാക്കുന്ന നടപടിയാണ് ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഈ അലൈൻമെൻറ്റ് തയ്യാറാക്കിയാലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും ഒട്ടേറെ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഭൂമി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ തന്നെ ഈ അലൈൻമെൻറ്റ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അംഗീകരിക്കണം. റോഡാവുമ്പോൾ റോഡിൻ്റെ CE നിലവാരത്തിലുള്ളവർ അംഗീകരിക്കണം. റെയിൽവേ അവരുടെ GAD അംഗീകരിക്കണം. അതിനുശേഷമാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് ആവശ്യമായ രീതിയിൽ റവന്യൂ B നടപടികൾ ആരംഭിക്കുന്നത്. അതിന് ഒരു നിശ്ചിത സംഖ്യ നമ്മൾ ഇതിൻ്റെ ഭാഗമായി കെട്ടിവെക്കേണ്ടതായി വരും. ഏകദേശം 28 കോടി രൂപ മേൽപ്പാലത്തിന് മാത്രം വരും എന്നുള്ള പ്രപ്പോസലാണ് ഇപ്പോൾ DPRന് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ബൈപ്പാസിൻ്റെ നിലവിലുള്ള DPR സമർപ്പിക്കപ്പെടുന്നത് ഏകദേശം 223 കോടി രൂപയുടെ ഒരു പ്രപ്പോസലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം 90 പേജുള്ള ഒരു DPR KRFBക്ക് നേരത്തെ ഇവിടെ വന്ന് മണ്ണ് പരിശോധനയും മറ്റൊക്കെ നടത്തിയ PWDയുടെ ഇൻവെസ്റ്റിഗേഷൻ വിങ് പ്രത്യേകിച്ച് അവരത് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ KRFB അത് കിഫ്ബിക്ക് സമർപ്പിക്കണം. അപ്പോൾ കിഫ്ബിക്ക് സമർപ്പിച്ച് കിഫ്ബിയുടെ FS സാമ്പത്തിക അനുമതി കൂടി ലഭിച്ചാലാണ് ഞാൻ ഈ പറഞ്ഞ B1 റവന്യൂ നടപടികളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. ഇനി സാമ്പത്തിക അനുമതി നൽകണമെങ്കിൽ തന്നെ കിഫ്ബിയുടെ വലിയ പരിശോധനാ കാര്യത്തിലുണ്ടാവും. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.